അപ്പോൾ മണ്ഡലം ചുറ്റി നമ്മൾ എത്തിയിരിക്കുന്നത് അമ്പലപ്പുഴയിലാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് അമ്പലപ്പുഴ. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് നിലവിൽ ഇവിടുത്തെ സിറ്റിംഗ് MLA ആയ ശ്രീ എച്ച് സലാമാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. എങ്ങനെ പോകുന്നു പ്രചാരണം? പ്രചാരണം ഗംഭീരമായിട്ട് പോവാണ്. വളരെ ഊർജ്ജസ്വലമായിട്ടാണ് ഇടതുപക്ഷ പ്രവർത്തകർ ഈ പ്രാവശ്യം നിൽക്കുന്നത്. കേരളം ശ്രദ്ധിക്കുന്ന മണ്ഡലമായതുകൊണ്ടും ഒരു രാഷ്ട്രീയ വഞ്ചനയുണ്ടായ സ്ഥലമായതുകൊണ്ടും ആ വഞ്ചനയെ തോൽപ്പിക്കാൻ കച്ചകെട്ടിയിട്ടാണ് ഏറ്റവും താഴത്തെ പ്രവർത്തകരും വരെ ഈ ഇലക്ഷനിൽ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങയുടെ രാഷ്ട്രീയ ഗുരു കൂടിയായ ജി സുധാകരനാണ് അങ്ങേക്കെതിരെ ഇപ്പോൾ മത്സരിക്കുന്നതിൽ പ്രധാനി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വലിയ രാഷ്ട്രീയ പ്രാധാന്യവും ശ്രദ്ധയും ഒക്കെ ഉള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ CPM-നെ കുറിച്ചും ഒപ്പം തന്നെ താങ്കളുടെ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിമർശനത്തോടൊക്കെ എങ്ങനെ താങ്കൾ പ്രതികരിക്കുന്നു? ഒപ്പം തന്നെ അത് ഏതെങ്കിലും തരത്തിൽ ഈ മണ്ഡലത്തിൽ ഒരു തിരിച്ചടിയാകുമെന്ന് കരുതുന്നുണ്ടോ? എൻ്റെ രാഷ്ട്രീയ ഗുരു ജി സുധാകരനല്ല, അത് തെറ്റായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങൾ ലീഡറായി നിന്നിട്ടുണ്ട്. ആ ലീഡറായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അംഗീകരിച്ച് പോയിട്ടുമുണ്ട്. PKC ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു രാഷ്ട്രീയ ഗുരുസ്ഥാനത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരാളാണ്. എന്നാൽ ചില മോഡലുകൾ ജി സുധാകരൻ്റെയും ചില രീതികൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. എന്നാൽ അതിനേക്കാളേറെ സ്വീകരിക്കാൻ കഴിയാത്ത ഒരുപാട് സ്വഭാവവിശേഷം അദ്ദേഹത്തിനുണ്ട് താനും. അപ്പോൾ അതുകൊണ്ടൊരു ഗുരു എന്ന് അത്രയും ഫിനിഷ് ചെയ്ത് പറയേണ്ട കാര്യം അക്കാര്യത്തിലില്ല. മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് സ്ഥിതിയിൽ അദ്ദേഹം ഇത്രയും പാരമ്പര്യം പറയുന്ന ഒരാൾ ഈ പറഞ്ഞ മാതിരി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ജനവികാരം ഇവിടെ. അതൊരു ലെഫ്റ്റ് വോട്ടേഴ്സിൻ്റെ മൈൻഡിൽ മാത്രമല്ല, ഈ UDF വോട്ടേഴ്സിൻ്റെയും മറ്റ് പാർട്ടി വോട്ടേഴ്സിൻ്റെയും മനസ്സിൽ ഒരു പ്രസ്ഥാനത്തിൽ ഇത്രയും കാലം നിൽക്കൽ മാത്രമല്ല, അതിൽ പാർലമെൻ്ററി രംഗത്തുൾപ്പെടെ ദീർഘകാലത്തെ അവസരങ്ങൾ ലഭിച്ച ഒരാൾ ആ പ്രസ്ഥാനത്തെയും രാഷ്ട്രീയത്തെയും പ്രത്യയശാസ്ത്രത്തെയും പാടെ തള്ളുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6 പതിറ്റാണ്ട് കാലത്തെ അദ്ദേഹത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആശയപരമായ ഏതാണ്ട് എല്ലാം എടുത്തെറിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് ഒരു രാഷ്ട്രീയം സ്വീകരിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം മറ്റ് രാഷ്ട്രീയ വിശ്വാസമുള്ള ആളുകൾ, അതായത് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന മറ്റ് രാഷ്ട്രീയക്കാരുടെ മനസ്സിലും ഇതൊരു നിർവീകേടാണല്ലോ എന്നൊരു തോന്നൽ നല്ലപോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷക്കാരുടെ മാത്രം മനസ്സിലല്ല, രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യവും രാഷ്ട്രീയത്തെ ശ്രദ്ധിക്കുന്ന മിക്കവാറും ആളുകൾക്കിടയിൽ അവരുടെ മനസ്സിലൊരു മോശം കാണിച്ചല്ലോ ഇദ്ദേഹം എന്നൊരു വികാരമാണ് പൊതുവെ കാണുന്നത്. നിശ്ചയമായിട്ട് അണികൾക്കിടയിലുണ്ട്, UDF കോൺഗ്രസ് വോട്ടർമാരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാളെ എന്തിനു നമ്മൾ സ്വീകരിച്ചു എന്നൊരു ചോദ്യം കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ നല്ല യഥാർത്ഥ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. എച്ച് സലാം MLA-ക്ക് രണ്ടാമതൊരു ടേം കൂടി അമ്പലപ്പുഴക്കാർ എന്തിനു തരണം എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? വികസനം തുടരാൻ തരണമെന്നുള്ളതാണ്. അത് ഈ അമ്പലപ്പുഴ കണ്ട ഏറ്റവും മികച്ച വികസനം ഉണ്ടായത് പിണറായി സർക്കാർ ഭരിച്ച 10 വർഷക്കാലമാണ്. അതിൽ ഈ 5 വർഷക്കാലം അമ്പലപ്പുഴ 2000 കോടി രൂപയുടെ വികസനം ഞാൻ ലീഡ് ചെയ്തുകൊണ്ട് തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞു. ഒന്നാം സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പദ്ധതികളും രണ്ടാം സർക്കാരിൻ്റെ കാലത്ത് ചെയ്ത പദ്ധതികളും കൂടി ചേർത്താൽ ഒരു 2000 കോടിയോളം രൂപയാണ് നടപ്പാക്കപ്പെട്ടത്. അത് നാട്ടിൽ പ്രകടമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇടതുപക്ഷ ഗവൺമെൻറ് വന്ന സമയത്താണ് ആലപ്പുഴ ജില്ലയ്ക്കും മൊത്തത്തിലും അമ്പലപ്പുഴയ്ക്കും വലിയ ഒരു പരിഗണന കിട്ടിയത്. അദ്ദേഹം 3 ടൈം MLA എന്ന് പറയുന്ന ഒരു 15 കൊല്ലം VS ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, ഒന്നാം പിണറായി ഗവൺമെൻറ്, ഇതിൽ 2 LDF സർക്കാരിൻ്റെ കാലത്ത് വന്ന വികസനം മാത്രമേ ഇവിടെയുള്ളൂ. UDF കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി സാർ ഭരിച്ച ആ 5 വർഷക്കാലം ഒരു പുതിയ വികസനമൊന്നും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം തന്നെ MLA ആയിരിക്കുമ്പോൾ വികസനം വരാത്ത കാലം UDF-ൻ്റെ കാലമാണ്. അപ്പോൾ അദ്ദേഹം UDF-ൻ്റെ ഭാഗമായി വന്ന് നിന്നിട്ട് വികസനത്തെക്കുറിച്ച് പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കില്ല, അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കില്ല. അതാണ് എൻ്റെ ഒരു കാര്യം. ഇപ്പൊ എതിരായി നിൽക്കുന്ന 2 പേര് മുൻ ഇടതുപക്ഷ മനസ്സുള്ളവരായിരുന്നു. അപ്പൊ അങ്ങനെ 2 പേര് അതായത് ഒന്ന് ജി സുധാകരനും അനിരുദ്ധനും. CPM-ന്റെ ആരുമല്ലായിരുന്നു. CPM-ന്റെ അല്ല, പക്ഷെ അദ്ദേഹം മുൻപ് ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നുമില്ല, അത് തെറ്റായൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ വരുമ്പോൾ NDA അവരുടെ വോട്ട് ഷെയർ കൂട്ടുന്നുണ്ട് ഓരോ വർഷം കഴിയുമ്പോഴും, ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും. അങ്ങനെ വരുമ്പോൾ ഈ വോട്ടിങ്ങിനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ഏത് ചേരിയിലേക്കായിരിക്കും ഈ വോട്ടുകൾ പോവുക? വോട്ടിങ്ങിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെയും UDF-ൻ്റെയും സ്ട്രാറ്റജി ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് ആദ്യം പറഞ്ഞു, ഞാൻ സർവതന്ത്ര സ്വതന്ത്രൻ. പിന്നീട് പറഞ്ഞു UDF-ന് പിന്തുണയുള്ള സ്വതന്ത്രൻ. പിന്നീട് കോൺഗ്രസ് യോഗത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞത് 5000 BJP വോട്ട് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴയിൽ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ഒരു സംഗതി മുമ്പോട്ട് വെക്കുന്നത് ഒരു കവചമാണ്. അതായത് UDF-ന് BJP വോട്ട് കച്ചവടം ചെയ്താൽ അല്ല ആ ഒരു ഡീൽ മറച്ചു വെക്കാൻ വേണ്ടിയുള്ള കവചമായിട്ടാണ് ഈ സ്വതന്ത്ര മുഖം നാട്ടിൽ പറയുന്നത്.
അങ്ങനെ പറയുന്നൊരു കാര്യത്തെ സ്വാഭാവികമായിട്ടും വോട്ടർമാർ നന്നായി ചിന്തിക്കും. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 4 ആവില്ല, അത് അമ്പലപ്പുഴ സംഭവിക്കാൻ പോവുകയാണ്. അത്തരമൊരു പരസ്യമായി തന്നെ അദ്ദേഹം പ്രസംഗിച്ച് കോൺഗ്രസ് യോഗത്തിലാണെങ്കിൽ പുറത്തേക്ക് വന്നു ആ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരേ സമയം UDF വോട്ടും UDF സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് UDF വോട്ട് കിട്ടുമെന്നും അത് ജയിക്കാൻ സാധാരണ നിലയ്ക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് BJPയുടെ ഒരു വോട്ട് ഷെയർ കൂടി വാങ്ങിയിട്ട് ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ ഇപ്പോൾ നോക്കുന്ന കാര്യം. അദ്ദേഹം മീൻസ് UDF നോക്കുന്നൊരു കാര്യം അതാണ്. ഇപ്പം നല്ലൊരു കാർഷിക സമ്പദ് വ്യവസ്ഥയുണ്ട്, ചെറുകിട വ്യാപാരികളുണ്ട്, ഉൾനാടൻ മത്സ്യബന്ധനമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി തുടർ ഒരു MLA ഒരു ടേം കൂടി കിട്ടുമ്പോൾ എന്തൊക്കെ വികസന പദ്ധതികളാണ് ഇവർക്ക് വേണ്ടി മനസ്സിലുള്ളത്? അപ്പോൾ അവരിൽ പലരും അവരുടെ ചില ആശങ്കകളൊക്കെ നമ്മുടെ അടുത്തും പങ്കുവച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ മണ്ഡലത്തിൻ്റെ പടിഞ്ഞാറൻ മേഖല പൂർണ്ണമായിട്ട് തീരദേശ മേഖലയാണ്. അപ്പോൾ തീരദേശ മേഖലയിലെ സംരക്ഷണത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു 49 പുല്ലുമുട്ട് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പലപ്പുഴയിൽ. 121 കോടി രൂപ നമ്മുടെ ഗവൺമെൻറ് കിഫ്ബി പൈസ ഉപയോഗിച്ച് ചെയ്യുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് പൈസ അതിന് തരുന്നില്ല. കിഴക്കൻ ഭാഗത്ത് കർഷക തൊഴിലാളികളും ചെറുകിട കൃഷിക്കാരുമാണ്. കാർഷിക മേഖലയിൽ നെല്ലെടുപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് നമുക്ക് ഭാവിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം സ്വന്തമായി നമ്മുടെ കൈവശം മില്ലുകളില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. നെല്ലെടുത്താൽ അത് കുത്തി അരിയാക്കാൻ പറ്റുന്ന മില്ലുകൾ ഗവൺമെൻറ് സെക്ടർ കുറവാണ്. അപ്പോൾ പ്രൈവറ്റ് മില്ലുകളെ ആശ്രയിച്ചാണ് അത്തരം കാര്യം ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നത്. അപ്പോൾ ഭാവിയിൽ നമ്മുടെ ഗവൺമെൻറ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗവൺമെൻറ് സെക്ടറിൽ തന്നെ ഒരു മില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം പൊതുവെ നമ്മൾ വെച്ചിട്ടുള്ള കാര്യം. മറ്റൊന്ന് പീലിംഗ് തൊഴിലാളികളാണ്. ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ചൊരു ശ്രദ്ധ ക്ഷണിക്കൽ, ഈ ചെമ്മീൻ പീലിംഗ് ചെയ്യുന്ന തൊഴിലാളികൾ വളരെ കഷ്ടമായ സ്ഥിതിയാണ്. അവർക്ക് കൂലി വളരെ കുറവാണ്. അവർ പീലിംഗ് ചെയ്യുന്ന സ്ഥലത്തെ വളരെ പ്രയാസകരമായൊരു സാഹചര്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ, അവർ കുറേ മണിക്കൂറുകൾ ഒരേപോലെ കുത്തിയിരിക്കുന്ന പ്രശ്നം വരുന്നു. അവരുടെ ബാത്റൂം സൗകര്യം പോലും പല സ്ഥലത്തും ഇല്ലാത്ത ഷെഡുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആനുകൂല്യം ഇല്ല. അപ്പോൾ അതെല്ലാം വരുമ്പോൾ അവരുടെ ആരോഗ്യ പ്രശ്നം, ഈ തൊഴിൽ സാഹചര്യത്തിൻ്റെ പ്രശ്നം, അതുപോലെ കൂലിയുടെ പ്രശ്നം, ഈ 3 പ്രശ്നം മുൻനിർത്തി ഞാൻ നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്ക് അവതരിപ്പിച്ചു. അതിൻ്റെ മറുപടിയിൽ നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി അനുകൂലമായി പ്രതികരിക്കുകയും ഒരു ഉയർന്ന കമ്മിറ്റിയെ നിശ്ചയിക്കുകയും ചെയ്തു. അത് ലേബർ കമ്മീഷണർ, ESI ഡയറക്ടർ, ഫിഷറീസ് ഡയറക്ടർ, ഈ 3 ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരും ട്രേഡ് യൂണിയൻ്റെ പ്രതിനിധികളെ കൂടി ചേർത്തുള്ളൊരു കമ്മീഷനെ വെച്ചു. ഇത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് നിശ്ചയിച്ച ഔദ്യോഗികമായൊരു കമ്മിറ്റി ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് കുറേ സീരിയസ് ആയി പരിഗണിക്കുകയും ഈ 3 കാര്യം, കൂലി വർധനവും, ആരോഗ്യ പ്രശ്നം, ഈ തൊഴിൽ സാഹചര്യം, ഇതൊരു ഗൗരവമായൊരു നിലപാടുണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്ന കാര്യം. അപ്പോൾ നിയമസഭ വേദിയെ അങ്ങനെ ഒരു കാര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് ഒരു പാതി വഴിക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന കാര്യമുണ്ട്. ആയിരക്കണക്കിന് തൊഴിലാളികൾ നമ്മുടെ ഈ തീരദേശത്തുണ്ട്. തീരദേശത്ത് മാത്രമല്ല, കിഴക്കൻ ഭാഗത്തും പീലിംഗ് ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. സ്ത്രീ തൊഴിലാളികളാണ് അതിലെ ഒരു 99% സ്ത്രീ തൊഴിലാളികളാണ്. അപ്പോൾ ആ പ്രശ്നം ഉൾപ്പെടെ നമുക്ക് അഡ്രസ്സ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ തോട്ടപ്പള്ളി തുറമുഖം, അതിപ്പോൾ 145 കോടിയുടെ പ്രോജക്റ്റ് നമ്മളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിരിക്കുകയാണ്. PMSSY സ്കീമിലാണ് കൊടുത്തേക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ടും സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടും കൂടി ചേർത്ത് ഹാർബർ വികസനം ആണ് കൊടുത്തിട്ടുള്ളത്. 2 പ്രാവശ്യം സെൻട്രൽ ടീം വന്ന് നോക്കിയിട്ട് പോയി. പോസിറ്റീവായിട്ടാണ് അവർ അഭിപ്രായം പറഞ്ഞ് പോയത്. കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചാൽ നമുക്ക് ആ തോട്ടപ്പള്ളി ഹാർബർ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി സൗകര്യം നിർമ്മിക്കാൻ പറ്റും. അങ്ങ് സൂചിപ്പിച്ചല്ലോ, ഈ പ്രകടന പത്രിക 2 പാർട്ടികളുടെ പുറത്തു വന്നു. LDFന്റെയും UDFന്റെയും പുറത്തു കഴിഞ്ഞു, NDAയുടെയും പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ തന്നെ UDF പ്രധാനമായും മിഷൻ സമുദ്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കർഷകർക്ക് താങ്ങുവില ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ ഒരുപാട് ഇപ്പം മത്സ്യത്തൊഴിലാളികൾക്കാണെങ്കിലും അപ്പോൾ തന്നെ കർഷകർക്ക് ഒരുപാട് പ്രാധാന്യമുള്ളൊരു മണ്ഡലം കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ വോട്ടർമാരെ അവരെ ബാധിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അത് ഏതെങ്കിലും തരം സ്വാധീനിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? സ്വാധീനിക്കും. കാര്യം ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയും UDFൻ്റെ പ്രകടനം രണ്ടും ഒരേ പേര് പറയുമെങ്കിലും ജനങ്ങൾ വിശ്വസിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയായിരിക്കും. കാരണം ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് നടപ്പാക്കാനുള്ളതല്ല എന്നാണ് UDFൻ്റെ ഒരു കൺസെപ്റ്റ്. LDF അങ്ങനെയല്ല. 1ാം പിണറായി സർക്കാർ 2ാം പിണറായി സർക്കാരും ഇത്ര 600 വാഗ്ദാനം, 1000, പിന്നീട് 900 വാഗ്ദാനം, അതിനകത്തൊരു 10ൽ താഴെയുള്ളൂ നടപ്പാക്കാത്ത വാഗ്ദാനം. പിണറായി വിജയൻ മുഖ്യമന്ത്രി വന്ന ശേഷമുള്ള ഏറ്റവും ഗൗരവമായൊരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ ജനാധിപത്യത്തിലൊരു വളരെ സീരിയസ് ആയി നമ്മളെല്ലാം ഈ രാഷ്ട്രീയത്തിന് അതീതമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ജനങ്ങളോട് പറഞ്ഞ കാര്യം ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ജനങ്ങളോട് പറയാം.
അപ്പോൾ വിജയിപ്പിച്ചയച്ച ജനങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ ജയിപ്പിച്ച് ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തു. ഇത് തിരിച്ചൊരു ബാധ്യത അവരോട് വെച്ചുകൊണ്ട് തന്നെ തിരിച്ചു പറയാൻ പറ്റുന്നൊരു സംസ്കാരം, അതൊരു ജനാധിപത്യത്തിലെ ഒരു ഉന്നതമായൊരു മൂല്യവും സംസ്കാരമായിട്ട് കാണണം. അത് പ്രകടിപ്പിച്ച ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. UDF പറഞ്ഞാൽ ഇത് നടക്കാനേ പോകുന്നില്ല എന്ന കാര്യം പൊതുവേ ഒരു ധാരണ നാട്ടുകാർക്കുണ്ട്. അവർ പറയുന്ന ഭരണവിരുദ്ധ വികാരം ഇതിൽ തിരിച്ചടിയാകും LDF എന്നാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഞങ്ങളെല്ലാം ഫീൽഡിൽ പോകുന്നവരാണ്. നമ്മുടെ വർക്കേഴ്സും പോകുമ്പോൾ ഈ ഇലക്ഷൻ്റെ പ്രത്യേകത അതാണ്. ഈ ഇലക്ഷൻ്റെ പ്രത്യേകത പല തെരഞ്ഞെടുപ്പ് നമ്മൾ പോയാലും കാണുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞൊരു വിരോധം വരും സർക്കാരിനോട്. ഈ ഇലക്ഷൻ്റെ പ്രത്യേകത സർക്കാരിനോട് കാര്യമായൊരു വിരോധമില്ല. വിശേഷിച്ച് പാവങ്ങളായ മനുഷ്യർക്ക് കാര്യമായിട്ട് വിരോധമേ ഇല്ല. അതിൻ്റെ കാര്യം അവരുടെ ക്ഷേമകാര്യങ്ങളും നാട്ടിൽ നടക്കുന്ന വ്യവസ്ഥ. ഇപ്പോൾ ഇവിടെ തന്നെ 263 കോടി രൂപയുടെ റോഡ് നിർമ്മിച്ചു. എൻ്റെ മണ്ഡലത്തിൽ 150ലധികം റോഡ് നിർമ്മിച്ചു. പാലങ്ങൾക്ക് വേണ്ടിയിട്ട് 249 കോടി ചെലവഴിച്ചു. 17 സ്കൂളിലായിട്ട് 23 സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചു ഈ അമ്പലപ്പുഴയിൽ. ഇത് കേരളം മൊത്തത്തിലൂടെ നടക്കില്ലേ? അപ്പോൾ ഇതെല്ലാം കൺമുന്നിൽ ഇങ്ങനെ നടക്കുന്നു. അവിടെയെല്ലാം സാധാരണ മനുഷ്യൻ്റെ കുട്ടികൾ പഠിക്കുന്നു, സാധാരണക്കാർ ഉപയോഗിക്കുന്ന റോഡുകൾ, അവർക്ക് ആവശ്യമായ പാലങ്ങൾ, ഇങ്ങനെയെല്ലാമുള്ള കാര്യം. പുലിമുട്ട് തീരസംരക്ഷണത്തിന് ഇപ്പോൾ പുനർഗേഹം സ്കീമിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത മണ്ഡലമാണ് അമ്പലപ്പുഴ. 1082 പേർക്ക് 10 ലക്ഷം വെച്ചുള്ള വീട് അനുവദിച്ചു. അതിൽ 404 വീട് പൂർത്തിയിൽ താമസം തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്ക് നേരെ അനുഭവവേദ്യമാവുന്ന കാര്യമാണ്. അപ്പോൾ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ട് ജനങ്ങൾ അതാണ് വിശ്വസിക്കുന്നത്. അത് സാധാരണ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഒരു ഭരണവിരുദ്ധ വികാരം ഇലക്ഷൻ്റെ സമയത്ത് എപ്പോഴും നമ്മൾ പറയും. അങ്ങനെ ഒരു യാഥാർത്ഥ്യ ബോധത്തോട് നോക്കിയാൽ അത് ഇല്ല എന്ന് കാണാൻ പറ്റും. നിങ്ങളതിൻ്റെ ഫീൽഡിലേക്ക് പോയിട്ട് സാധാരണ ആൾക്കാരോട് സംസാരിച്ചാൽ അത് കിട്ടും. ഞങ്ങൾക്ക് അങ്ങനെ ഫീലിംഗ് കിട്ടുന്നതുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങളതിന് മുൻപ് ഭരിക്കുമ്പോൾ അത് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് ഒരു വിരോധം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ കുറേ മാറി, ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ ഒരു ടോട്ടലി പറഞ്ഞാൽ കേരളം ഇതുവരെ മറ്റൊരു കാലത്തോട് സാമ്യപ്പെടുത്താൻ പറ്റാത്ത പോലെയുള്ള ഒരു കാലത്തിനനുയോജ്യമായി ഭാവി കേരളം നല്ലതുപോലെ സൃഷ്ടിക്കാനും വിശേഷിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂത്തിനെ സ്പർശിക്കുന്ന നിലയിൽ അവരുടെ ഭാവി ജീവിതം മെച്ചപ്പെടുത്താൻ പറ്റുന്ന പോലെയുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള പ്രവർത്തന പദ്ധതിയുമായിട്ടാണ് പിണറായി ഗവൺമെൻറ് പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന മനുഷ്യർ ഏത് രാഷ്ട്രീയമുള്ളവരാണെങ്കിലും ആ ചിന്തിക്കുന്ന ആളുകൾ വളരെ പോസിറ്റീവായിട്ട് കാണുമെന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ 40s 50s 60s ആൾക്കാരാണ് കൂടുതൽ. പക്ഷേ അങ്ങയുടെ കൂടെ നോക്കുമ്പം ജെൻസി കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ ചേർത്ത് നിർത്തുകയും അവർക്കൊരു ജെൻസി മാനിഫെസ്റ്റോ പ്രത്യേകിച്ച് മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ കൂടെ നടക്കുന്നത്. അത് പ്രധാന എഡ്യൂക്കേഷനാണ്. അപ്പോൾ അമ്പലപ്പുഴ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ്. ഇവിടെ ഇപ്പോൾ ഇല്ലാത്ത കോളേജ് ലോ കോളേജും ലോ കോളേജ് മാത്രമേ ഉള്ളൂ. ലോ മാത്രമേ ഇല്ലാത്തുള്ളൂ. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുണ്ട്, ഗവൺമെൻറ് IT ഉണ്ട്, MBA ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, നഴ്സിംഗ് കോളേജുണ്ട്, ദന്തൽ കോളേജുണ്ട്. ഏതാണ്ട് എല്ലാം BEd സെൻറ്റർ ഇപ്പോൾ ഒരെണ്ണം അലോട്ട് ചെയ്തു. അപ്പോൾ ഒരു ലോ കോളേജ് ഒഴിച്ച് ബാക്കി മിക്കവാറും എല്ലാ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും, നഴ്സിംഗ് കോളേജുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിന് ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്, ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്, പോളിടെക്നിക്കുണ്ട്, ST കോളേജുണ്ട്. അങ്ങനെ അതുണ്ട്. സ്വാഭാവികമായിട്ടും അതിലൊക്കെ നമുക്കൊരു ശ്രദ്ധ വെച്ചിട്ട് യൂത്തിനെ എഡ്യൂക്കേഷനിലൂടെ തന്നെയാണ് യൂത്തിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. പിന്നെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം. അപ്പോൾ അതിനെല്ലാമുള്ള സ്കിൽ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ തരത്തിലേക്കൊരു വ്യൂ വെച്ചുകൊണ്ട് തന്നെ 2031 വിഷൻ എന്ന് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നൊരു സാഹചര്യമാണ്. എന്നാലും തികച്ച ആത്മവിശ്വാസത്തിലാണ് അമ്പലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി സലാം. ഒപ്പം തന്നെ G സുധാകരൻ ഫാക്ടർ ഇവിടെ ഒരു തരത്തിലും ഒരു പ്രതിസന്ധി ആകില്ല, തിരിച്ചടി ആകില്ല എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. അങ്ങനെ നമ്മുടെ മണ്ഡലം ചുറ്റിയുള്ള ഈ യാത്ര ഇനിയും തുടരും. ഇനി അടുത്ത മണ്ഡലത്തിൽ കാണാം. എല്ലാവിധ ആശംസകളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.